ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നു. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് എക്സാം ഡേറ്റ് വന്നല്ലോ. ഇനി നന്നായിട്ട് പഠിക്കാം അല്ലെ. ഇനിയുള്ള സമയം ഏറ്റവും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം സെറ്റ്സ് കോളേജ് സംബന്ധിച്ച് ഒരു വലിയ സിലബസ് ആണ് ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്ക് തീർക്കേണ്ടത് അല്ലെ. അപ്പോൾ ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർക്കോടുകൂടി തന്നെ എന്ത് എക്സാം പാസ്സാകാം? സെറ്റ് എക്സാം പാസ്സാകാം. സെറ്റ് എക്സാമിന് നമ്മളോട് ഒരിക്കലും ആരും മാർക്കൊന്നും ചോദിക്കില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഒരു തൃപ്തിയാണ്, നല്ല മാർക്കോടുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു മാർജിന്റെ മാർക്കിലല്ല, നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ സെറ്റ് എക്സാം പാസ്സായതെന്ന് നടക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം കൂടും. മാത്രമല്ല ഈ സെറ്റ് എക്സാം ഇനി പാസ്സാണോ, ഇനി ഒരുപാട് സെറ്റ് എക്സാം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കാരണം ഇനി 4 വർഷം കഴിയുമ്പോഴല്ലേ HSSC എക്സാം വിളിക്കുക, എന്നാ നോട്ടിഫിക്കേഷൻ വരിക എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. അങ്ങനെയൊന്നുമല്ല. നമ്മൾ നാളെ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു എക്സാം അല്ല സെറ്റ് എക്സാം എന്ന് പറയുന്നത്. 1, 2, 3, 4 തവണയൊക്കെ സെറ്റ് എക്സാം എഴുതുന്നവരാണ് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. ഫസ്റ്റ് ടൈം തന്നെ പാസ്സാകുന്നവരെന്ന് പറയുന്നത് വളരെ വിരലിലുണ്ടാവുന്നവർ മാത്രമായിരിക്കും ക്ലിയർ ചെയ്യുക അല്ലെ. സെറ്റ് എക്സാമിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. പലപ്പോഴും എപ്പോഴും ഏറ്റവും ലീസ്റ്റ് റിസൾട്ട് ആണ് സെറ്റ് എക്സാമിന് ഉണ്ടാവാറില്ല അല്ലെ. ഒരു 10% അല്ലെങ്കിൽ 13%. ഏതൊരു സെറ്റ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു വിജയ ശതമാനമായിരിക്കും. അതിനകത്ത് 2%, 3% വരെ റിസൾട്ട് വന്നിട്ടുള്ള വർഷങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഏറ്റവും പെട്ടെന്ന് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന NBHSC എക്സാമിന് നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലാതെ എഴുതാവുന്നതുമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. CCയിൽ 75 ഡേയ്സിന്റെ ലോങ് ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ബൾക്കായിട്ടുള്ള സിലബസ് ആണ് ഇവിടെ ഉള്ളത്. ആ ബൾക്കായിട്ടുള്ള സിലബസ് പഠിച്ചു കഴിയണമെങ്കിൽ നമുക്കൊരു ലോങ് ടൈം വേണം അല്ലെ. നമുക്ക് ഒരിക്കലും ആ എൻ്റെ സിലബസ് പഠിച്ച് ഒരു എക്സാമിനെ പാസ്സാകാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ബേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ഒരു കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചും ഫോക്കസ്ഡ് ആയിട്ടുള്ള റീജിയൻസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് കൊടുക്കുക. ആ ക്ലാസ്സിനോടൊപ്പം നിങ്ങൾക്ക് PDF നോട്ടുകൾ കിട്ടും, അതുപോലെ തന്നെ PYQs കിട്ടും, അതുപോലെ ലൈവ് ക്ലാസ്സുകൾ കിട്ടും, മെന്റർഷിപ്പ് ക്ലാസ്സുകൾ ഉണ്ടാവും, വീക്കിലി നടക്കുന്ന മോഡൽ എക്സാംസ് ഉണ്ടാവും. എന്ത് വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമുള്ളത് അവയെല്ലാം നമുക്ക് ഈ ഒരൊറ്റ ബാച്ചിലൂടെ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റ് ബയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ഹാർട്ട് ഡെവലപ്മെന്റ് ദി പ്രൈമറി ഹാർട്ട് ഫീൽഡ് ആൻഡ് സെക്കൻഡറി ഹാർട്ട് ഫീൽഡ് ബോത്ത് കോൺട്രിബ്യൂട്ട് ടു ദി മയോകാർഡിയം. വിച്ച് സ്പെസിഫിക് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഈസ് ദ ഹോൾമാർക്ക് ഓഫ് ദി മാസ്റ്റർ റെഗുലേറ്റർ ഫോർ കാർഡിയോജെൻസിസ്? ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓർഗാനോജെൻസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഒരു ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ ഫുള്ളി ഡെവലപ്ഡ് ആകുന്ന ഫസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഹാർട്ടാണ് അല്ലെ. അപ്പൊ അവിടെ 2 തരത്തിലുള്ള ഹാർട്ട് ഡെവലപ്മെന്റ് ആണ്. 2 തരത്തിലുള്ള ഹാർട്ട് മീൻസ് പല സ്റ്റെപ്പുകളിലായിട്ട് നടക്കും. അതിനകത്ത് പ്രൈമറി ഹാർട്ട് ഫീൽഡും ഉണ്ട്, സെക്കൻഡറി ഹാർട്ട് ഫീൽഡും ഉണ്ട്. ഇതിനകത്ത് പ്രൈമറി ഹാർട്ട് ഫീൽഡിനാണ് ആദ്യം എന്ത് ഫോം ചെയ്യാം? സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാം. അതായത് ഒരു ഹാർട്ട് ട്യൂബ് ഫോം ചെയ്ത് ഹാർട്ട് ട്യൂബിൽ നിന്നും എന്ത് ഫോം ചെയ്യും? ഒരു ലൂപ്പ് ഫോം ചെയ്യും. ലൂപ്പ് ഫോം ചെയ്ത് അതിനകത്ത് നിന്നാണ് എന്ത് ഫോം ചെയ്യാം? ഒരു 4 ചേമ്പേർഡ് ഹാർട്ട് ഫോം ചെയ്യാം അല്ലെ. അതിന്റെ സെക്കൻഡ് സ്ട്രക്ചർ ആയിട്ട് വരുന്നവയാണ് അതിന്റെ മയോമെട്രിയും ബാക്കിയുള്ള എപ്പിത്തീലിയം എല്ലാം ഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഏത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് മാസ്റ്റർ റെഗുലേറ്റർ ഫോർ കാർഡിയോജെൻസിസ് എന്നറിയപ്പെടുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് NKX 2.5 ആണ്. ഓർത്തിരുന്നോണം, കാർഡിയോജെൻസിസില് മാസ്റ്റർ റെഗുലേറ്റർ ഫോർ കാർഡിയോജെൻസിസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? NK2X ആണ് കേട്ടോ. ഓർത്തിരുന്ന ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുക? കാർഡിയോജെൻസിസിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഏത് സമയത്താണ്? മയോകാർഡിയം ഫോം ചെയ്യുന്ന സമയത്ത്. ആ മയോകാർഡിയൽ ഫോർമേഷൻ നടക്കുന്നത് ക്രസ്റ്റ് ഫോമിൽ നിന്നാണ് അല്ലെ. ക്രസ്റ്റ് സെല്ലുകളിൽ നിന്നാണ് ഈ മയോകാർഡിയവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫോംസ് എല്ലാം ഫോം ചെയ്യുന്നത്. അങ്ങനെ ഫോം ചെയ്യുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് NKX 2.5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The development of vertebrate kidney involves the reciprocal induction between which 2 specific tissues? The development of vertebrate kidney involves reciprocal induction between which 2 specific tissue? Option A, ureteric bud and metanephryogenic mesenchyma. Option B, somites and lateral plate mesoderm. Option C, neural crust and endoderm. Option D, ectodermal plaque cord and optic vesicles. ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. യൂററ്ററിക് ബഡ് ആൻഡ് മെറ്റാനെഫ്രോജനിക് മീസെൻകൈമ. ഇതാണ് ഇന്നത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി എന്താണ്
റെസിപ്രോക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു, എംബ്രിയോണിക് ഇൻഡക്ഷൻ എന്താണെന്ന് അറിയാം അല്ലെ. ഏതെങ്കിലും ഒരു ഇൻഡ്യൂസർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ഓർഗനൈസർ ആയിട്ട് മാറി ആ ഓർഗനൈസർ ഇൻഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് കൊണ്ട് എന്ത് ചെയ്യും, അടുത്ത സെല്ലിന്റെ ഡെവലപ്മെന്റ് നടക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ എന്ത് നടക്കുക, ഒരു എംബ്രിയോണിക് ഇൻഡക്ഷൻ നടക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ന്യൂറൽ ട്യൂബ് ഫോർമേഷനകത്ത് പ്രൈമറി ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, നോക്ടോകോഡാണ്. നോക്ടോകോഡിൽ നിന്നുള്ള കുറച്ച് സിഗ്നൽസ് വരുന്നു. ആ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു, ഒരു ന്യൂറൽ പ്ലേറ്റ് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ആ ന്യൂറൽ പ്ലേറ്റിൽ നിന്ന് പിന്നെ എന്ത് ഫോം ചെയ്യുന്നു, ഒരു ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ നെർവ് സിസ്റ്റംസ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് അതൊരു പ്രൈമറി ഇൻഡക്ഷൻ ആണ് അല്ലെ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെസിപ്രോക്കൽ ഇൻഡക്ഷൻ ആണ്. ഇപ്പൊ പ്രൈമറി ഇൻഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ന്യൂറൽ ഫോർമേഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ ഏതെങ്കിലും ഒരു ഇൻഡ്യൂസറേ ഉണ്ടാവാറുള്ളൂ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൽസ് ആയിരിക്കും അതിനകത്ത് ആക്ടിവേറ്റ് ഉണ്ടാവുക. അതായത് അവിടെ ഒരു ഇൻഡ്യൂസറും ഉണ്ടാവും, ആരും ഉണ്ടാവും, ഒരു റെസ്പോണ്ടന്റും ഉണ്ടായിരിക്കും. ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടാവുക. ഇവിടെ ഒരാൾ കൊടുക്കാനും ഒരാൾ സ്വീകരിക്കാനാണ്. ഒരു ഇൻഡ്യൂസർ കൊടുക്കാനും ആ കൊടുക്കുന്ന സിഗ്നൽസിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരു റെസ്പോണ്ടന്റും ആയിരിക്കും സാധാരണ നോർമലി നടക്കുന്ന ഇൻഡക്ഷൻ ഉണ്ടാവുക. ഇവിടെ റെസിപ്രോക്കൽ ഇൻഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഈ റെസിപ്രോക്കൽ ഇൻഡക്ഷനകത്ത് അവിടെ രണ്ട് റെസ്പോണ്ടന്റ് ഉണ്ടായിരിക്കും. അതായത് ആരുണ്ടാവും, ഒരാൾ ഇൻഡ്യൂസർ ഉണ്ടായിരിക്കും, ആ ഇൻഡ്യൂസറിൽ നിന്നും ഈ സിഗ്നൽസിനെ സ്വീകരിക്കുന്ന ഒരു റെസ്പോണ്ടന്റ് ഉണ്ടാവും. ഈ റെസ്പോണ്ടന്റ് തിരിച്ചും എന്ത് ചെയ്യും, ഈ ഇൻഡ്യൂസറിൽ എന്ത് സെൻഡ് ചെയ്യും, സിഗ്നൽസ് സെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കും. ആരും ഒരാൾ കൊടുക്കുന്നു, ആ സിഗ്നൽസിനെ മറ്റൊരാൾ സ്വീകരിക്കുന്നു. ആ സിഗ്നൽസ് അനുസരിച്ച് ആ റെസ്പോണ്ടന്റ് എന്ത് ചെയ്യുന്നു, അവിടെ ഗ്രോത്ത് നടത്തുന്നു. പിന്നീട് ആ റെസ്പോണ്ടന്റിൽ നിന്നുള്ള സിഗ്നൽസിനെ ആർക്ക് കൊടുക്കുന്നു, അടുത്ത ഓർഗൻസിന് കൊടുക്കുന്നു. അടുത്ത ഓർഗൻസ് വെച്ചാൽ ആരാണോ ഉള്ളത് അതിനകത്ത് ആ ഇൻഡ്യൂസർ കൊടുക്കുന്നു. അങ്ങനെ തിരിച്ച് എന്ത് ചെയ്തിരിക്കും, ഇതിന്റെ ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള ഇൻഡക്ഷനാ എവിടെ നടക്കുന്നത്, ഇപ്പൊ കിഡ്നി ഫോം ചെയ്യുന്ന സമയത്താണെന്ന് വിചാരിക്കാം. കിഡ്നി ഫോം ചെയ്യുന്ന സമയത്തും ഇവിടെ എന്ത് നടക്കും, ഇതുപോലെ രണ്ട് ഓർഗൻസ് ആണ് അവിടെ ഇൻവോൾവ് ചെയ്യുക. ആ രണ്ട് ഓർഗൻസ് ഏതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനകത്ത് നടക്കുന്നത് യൂറക്ടറിക് ബെഡും അതുപോലെ തന്നെ മെറ്റാനെഫ്രോജനിക് മീസെങ്കൈമയാണ്. ഇതിപ്പോ യൂറക്ടറിക് ബെഡ് എന്ന് വെച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. സാധാരണ ഒരു റെസിപ്രോക്കൽ ഇൻഡക്ഷൻ നടക്കുന്നത് എപ്പോഴും ആരൊക്കെ തമ്മിലായിരിക്കും, ഒരു എപ്പിത്തീലിയൽ സെൽസും അതുപോലെ തന്നെ ഒരു മീസെങ്കൈമ സെൽസും ആയിരിക്കും. എപ്പോഴും റെസിപ്രോക്കൽ ഇൻഡക്ഷൻ നടക്കുന്നത് ഇവ രണ്ടുപേരും തമ്മിലാണ്. ഇതിനകത്ത് എപ്പിത്തീലിയൽ സെൽസിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് പോകുന്നത്, സിഗ്നൽസ് എവിടെ പോകുന്നത്, മീസെങ്കൈമ സെൽസിലോട്ട് പോകുന്നത്. അങ്ങനെ മീസെങ്കൈമ സെൽസ് എന്താവും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ മീസെങ്കൈമ സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മീസെങ്കൈമയിൽ നിന്നും ഈ സിഗ്നൽസ് എങ്ങോട്ട് എത്തിച്ചേരും, ഈ എപ്പിത്തീലിയൽ സെൽസിലോട്ട് എത്തിച്ചേരും. ഇപ്പൊ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടുവാണെങ്കിൽ എപ്പിത്തീലിയൽ സെൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, യൂറക്ടറിക് ബെഡ് എന്ന് വിളിക്കും. അറ്റ് ദ സെയിം ടൈം മെറ്റാനെഫ്രോജനിക് മീസെങ്കൈമ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മീസോഡെമൽ സെൽസ്. എന്താണ് റെസിപ്രോക്കൽ ഇൻഡക്ഷൻ എന്ന് മനസ്സിലായോ? റെസിപ്രോക്കൽ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ, രണ്ട് സെല്ലുകൾ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് സെല്ലുകൾ തമ്മിലായിരിക്കും എന്ത് ചെയ്യാം, സിഗ്നൽസ് കൈമാറുകയും സ്വീകരിക്കുകയും ചെയ്ത് അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, അവരിൽ ഒരു റെസ്പോൺസ് ഫോം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് സോൺ ഓഫ് പോളറൈസിംഗ് ആക്ടിവിറ്റി ഡ്യൂറിംഗ് വെർട്ടിബ്രേറ്റ് ലിംബ് ഓർഗനോജൻസിസ്? വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് സോൺ ഓഫ് പോളറൈസിംഗ് ആക്ടിവിറ്റി? ഇപ്പൊ നമ്മൾ പറഞ്ഞ റെസിപ്രോക്കൽ ഇൻഡക്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ആൻസർ ചെയ്തില്ലേ, ഇതും ഈ ലിംബ് ഫോർമേഷൻ എന്ന് പറയുന്നതും എന്തിന് എക്സാമ്പിളാ, ഒരു റെസിപ്രോക്കൽ ഇൻഡക്ഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള സെല്ലുകളാണുള്ളത്. നമ്മൾ പറഞ്ഞു ഒരു എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാവും, ഒരു മാക്സിമം ഒരു സെൽസ് ഉണ്ടാവും അല്ലെ. ഇവിടെ വരുന്ന രണ്ടുപേരെന്ന് വെച്ചാൽ AER ആണ്, എപ്പിക്കൽ എക്ടോഡെർമൽ പ്രോട്ടീൻസും വരും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരാളുമാണ് ZPA എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും എന്തിനാ സഹായിക്കുന്നത്, ഇവർ രണ്ടുപേരും ലിംബ് ഓർഗനൈസേഷനാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ലിംബ് ഓർഗനോജൻസിനാണ് സഹായിക്കുക. AEPയിൽ നിന്നുള്ള AER ആണ്, റീജിയൻസ് ആണ്. AER നിന്നുള്ള സിഗ്നൽസ് എവിടെ എത്തിച്ചേരും, ZPAയിൽ എത്തിച്ചേരും. ആ ZPA എന്നുള്ള റീജിയൻസ് എവിടെ എത്തിച്ചേരും, AERൽ എത്തിച്ചേരും. അങ്ങനെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും, പരസ്പരം സിഗ്നൽസിനെ കൈമാറിയിട്ടാണ് എന്ത് ഫോർമേഷൻ നടക്കുക, ലിംബ് ഓർഗനോജൻസിസ് നടക്കുക. അതായത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് ലിംബ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിന് ഇതിനൊരു പ്രോക്സിമൽ ഡിസ്റ്റൽ റീജിയൻസിലോട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെ. നമുക്കറിയാം ഒരു കറക്റ്റ് മീറ്ററിലാണ്, ഓരോരുത്തരുടെയും ബോഡി സൈസിന്റെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് എന്ത് ഫോം ചെയ്യുക, അവരുടെ ലിംബ് ഫോം ചെയ്യുക അല്ലെ. ഇതിനൊരു പ്രോക്സിമൽ ഡിസ്റ്റൽ പ്രോളിഫറേഷൻ നടക്കണം. അതുപോലെ തന്നെ ആന്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷനുള്ള മൂവ്മെന്റ് നടക്കണം അല്ലെ. എപ്പോഴും ഒരു ലിംബ് ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ ആന്റീരിയർ പൊസിഷനിൽ എന്ത് മാത്രമേ വരാൻ പാടുള്ളൂ, തമ്പ് മാത്രമേ വരാൻ പാടുള്ളൂ. അതുപോലെ പോസ്റ്റീരിയർ പൊസിഷനിലായിരിക്കണം എന്ത് വരേണ്ടത്, ഈ ലിറ്റിൽ ഫിംഗർ വരാൻ പാടുള്ളത്. ഇത് ഈ ഒരു ഈ പാറ്റേൺ, ഈ ലിംബ് ആന്റീരിയർ പോസ്റ്റീരിയർ ലിംബ് പാറ്റേൺ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരായിരിക്കും, ഈ സോൺ ഓഫ് പോളറൈസിംഗ് ആക്ടിവിറ്റി ആയിരിക്കും. അതേസമയം ഇതിന്റെ ഒരു പ്രോക്സിമിറ്റി നമുക്കറിയാം, നമ്മുടെ കൈയുടെ ഒരു ഡിജിറ്റ്സിന് ഓരോ ഫിംഗേഴ്സിനും ഒരു ഇല്ലേ, ഈ ഫിംഗേഴ്സിന് എല്ലാത്തിനും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, ലെങ്ത് ഉണ്ടായിരിക്കും.
എൻ്റെ ബോഡിയിലുള്ള കാണപ്പെടുന്ന പോലെയാണോ നിങ്ങളുടെ ബോഡിയിൽ കാണപ്പെടുക? അല്ല. അതല്ല, നമ്മുടെ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ചും നമ്മുടെ ഒരു ജനറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ അനുസരിച്ചാണ് നമ്മുടെ കൈയുടെ നീളവും വണ്ണവും എല്ലാം വരിക അല്ലെ. എങ്ങനെ പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് എന്ത് വരുള്ളൂ? ഈ ലിംബ് ഡെവലപ്മെന്റ് വരുള്ളൂ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ പ്രൈമറി റോൾ എന്താണെന്നാണ്. സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റിയുടെ പ്രൈമറി റോൾ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. സ്പെസിഫൈങ് ദി പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസ്, റെഗുലേറ്റിംഗ് ദി ഡോർസൽ വെൻട്രൽ പോളാരിറ്റി, എസ്റ്റാബ്ലിഷ് ദി ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. ഓപ്ഷൻ ഡി, ഇൻഡ്യൂസിംഗ് ദി ഫോർമേഷൻ ഓഫ് ലിംബ് ബഡ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞതാണ്. എന്ത് ഡിറ്റർമൈൻ ചെയ്യും? ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. തമ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് റീജിയനിലായിരിക്കും? ആന്റീരിയർ റീജിയനിലും. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത്, നോട്ട് മിഡിൽ ഫിംഗർ, ലിറ്റിൽ ഫിംഗർ എന്ന് പറയുന്നത് ഏത് റീജിയൻസിലും ആയിരിക്കും? ഏത് ആക്സിസിലും ആയിരിക്കും? പോസ്റ്റീരിയർ ആക്സിസിലും ആയിരിക്കും. ഇതുപോലെ ആന്റീരിയർ ടു പോസ്റ്റീരിയർ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന സ്ട്രക്ചർ, ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? തീർച്ചയായിട്ടും അത് മീസെൻകൈമയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. മീസെൻകൈമയിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് സോൺ ഓഫ് പോളറൈസിങ് ആക്ടിവിറ്റി എന്ന് പറയാം. അതേസമയം AER നമ്മൾ പറഞ്ഞു, എപ്പിക്കൽ എൻഡോഡെർമൽ റീജിയൻസ് എന്ന് പറയുന്നത് ഇത് എപ്പോഴും കാണപ്പെടുന്നത് എവിടെയായിരിക്കും എന്ന് അറിയാമോ? ഒരു എക്ടോഡെർമൽ അല്ലെങ്കിൽ ഒരു എപ്പിത്തീരിയൽ സെൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എക്ടോഡേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീജിയൻസിലായിരിക്കും. ഇവ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്? ഒരു റെസിപ്രോക്കൽ ഇൻഡക്ഷൻ ഫോം ചെയ്യുന്നത്. ഇനി ZPA ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെയായിട്ടും CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. സെറ്റും ഡെമോ ക്ലാസ്സുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എംബ്രിയോണിക് സ്ട്രക്ചർ ഈസ് എസെൻഷ്യൽ ഫോർ പ്രൊവൈഡിംഗ് ദി സിഗ്നൽസ് ദാറ്റ് ഇൻഡ്യൂസസ് ദി ഓവർലൈങ് എക്ടോഡേം ടു ബിക്കം ദി ന്യൂറൽ പ്ലേറ്റ്? Which embryonic structure is essential for providing the signals that induce the overlying ectodeme ടു ബിക്കം എ ന്യൂറൽ പ്ലേറ്റ്? നമുക്കറിയാം ന്യൂറൽ എക്ടോഡേം അല്ലെങ്കിൽ ന്യൂറൽ പ്ലേറ്റ്, അതാണ് ഫസ്റ്റ് ഫോർമേഷൻ. ന്യൂറലേഷൻ ആണ് ഫസ്റ്റ് ഓർഗാനോജെൻസിസിൽ വരുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ന്യൂറലേഷൻ സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കണം? എന്ത് നടക്കണം? ഇവിടെ ഒരു ഇൻഡ്യൂസർ വേണം അല്ലെ. അതൊരു ഇൻഡ്യൂസർ എന്തിനെ ആക്ടിവേറ്റ് ചെയ്യണം? തൊട്ടടുത്തുള്ള സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യണം. ആ ആക്ടിവേഷന്റെ ഫലമായിട്ട് എക്ടോഡേം എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു ന്യൂറൽ പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ആരാണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇൻഡ്യൂസർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ന്യൂറലേഷന്റെ സമയത്ത് ആരാണ് ഇവിടുത്തെ ഇൻഡ്യൂസർ എന്നാണ് ക്വസ്റ്റ്യൻ. അത് നോട്ടോകോഡ് ആണ്. ഓർത്തിരുന്നോണം, ഒരു വെർട്ടിബ്രേറ്റ് ന്യൂറലേഷന്റെ സമയത്ത് പ്രൈമറി ഇൻഡ്യൂസർ ആയിട്ട് അല്ലെങ്കിൽ പ്രൈമറി ഓർഗനൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? നോട്ടോകോഡ് ആണ്. ഇപ്പോൾ ഒരു ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ന്യൂട്സിലൊക്കെയാണെന്ന് വിചാരിക്കുക, അവിടെ ഡോർസൽ ബ്ലാസ്റ്റോപോർ ലിപ്പായിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുക? ഈ ഓർഗനൈസറായിട്ട് ആക്ട് ചെയ്യുക. അങ്ങനെ ഓരോ ഓർഗൻസ് വരുന്ന സമയത്തും എന്ത് മാറും? ഈ ഒരു സ്ട്രക്ചർ മാറും. എങ്കിലും ഓർത്തിരുന്നുള്ള വെർട്ടിബ്രേറ്റ്സിൽ നോട്ടോകോഡാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു പ്രൈമറി ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു പ്രൈമറി ഇൻഡക്ഷൻ ആണ്. കാരണം അവിടെ നിന്നാണ് അടുത്ത ഓർഗാനോജെൻസിന്റെ അടുത്ത സ്റ്റെപ്പുകളെല്ലാം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the respiratory diverticulum or lung bud is an outgrowth of which embryonic structure? The respiratory diverticulum or lung bud is an outgrowth of which embryonic structure? Option A, the cloaca. Option B, the ventral wall of foregut. Option C, the stomatium. Option D, the dorsal aorta. ഇവിടെ എന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് the ventral wall of foregut. കാരണം ഫോർഗട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എല്ലാ ഓർഗൻസും ഫോം ചെയ്യുന്നത്. ഫോർഗട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? നമ്മുടെ ലങ് ബഡ് ഫോം ചെയ്യും. അങ്ങനെ ലങ് ബഡിൽ നിന്നാണ് അടുത്ത സ്ട്രക്ചർ. ഏത് സ്ട്രക്ചറാണ്? ബ്രാഞ്ച് സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നത്. അതിന്റെ ട്രക്കയും അതുപോലെ തന്നെ ബ്രോങ്കയും അങ്ങനെ വേണ്ട ബ്രാഞ്ച് സ്ട്രക്ചേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? വെൻട്രൽ വാൾ ഓഫ് ഫോർഗട്ടിൽ നിന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, apoptosis or programmed cell death plays a crucial role in which aspects of vertebrates limb organogenesis? Apoptosis or a programmed cell death plays a crucial role in which aspects of vertebrate limb organogenesis? Option A, innervation of the limb, creation of individual digits or interdigital necrotic zones. Option C, formation of limb bud. Option D, elongation of the humerus. നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മുടെ ബോഡിയിലെ ലിംബ് ഫോം ചെയ്യുന്ന സമയത്ത് ഇതാണ് ലിംബ് എന്ന് വിചാരിക്കുക. ഈ ലിംബിന്റെ ഇടയിലെല്ലാം എന്തുണ്ടാവും എന്നറിയാമോ? ഈ താറാവിലൊക്കെ കാണുന്നത് പോലെ എന്തുണ്ടാവും? ഒരു വെബ്ഡ് പാറ്റേൺസ് ഉണ്ടാവും. ഒരു വെബ്ഡ് പാറ്റേൺസോട് കൂടിയാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ഫോം ചെയ്യുക? ഈ ലിംസ് ഫോം ചെയ്യുക. ഇതിന്റെ ഓരോരുത്തിനകത്തും ഈ താറാവിന്റെ ഒക്കെ കാലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെബ്ഡ് പോർഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇങ്ങനെ ഒരു വെബ്ഡ് പോർഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു വെബ്ഡ് പോർഷൻസോട് കൂടിയുള്ള ഡിജിറ്റ്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഈ ഡിജിറ്റ്സിൽ നിന്ന് വേണം എങ്കിൽ ഈ വെബ്ഡ് പോർഷൻ ആയിട്ടുള്ള ഡിജിറ്റ്സിൽ നിന്നും എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സ്ട്രക്ചറിലോട്ട് നമ്മുടെ ഡിജിറ്റ്സ് എത്തണം അല്ലെ. വെബ്ഡ് പോർഷൻസ് എല്ലാം മാറി. അങ്ങനെ മാറണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇതിനിടയ്ക്കുള്ള ഈ വെബ്ഡ് പോർഷൻസിനെ എല്ലാം എന്ത് ചെയ്യണം?
ഡിലീറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെ സെല്ലിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പ്രോഗ്രാമഡ് ആയിട്ട് സെറ്റ് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക, അപ്പോപ്ടോസിസ് എന്ന് വിളിക്കുക, പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് വിളിക്കും. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇന്റർ ഡിജിറ്റൽ നാർക്കോട്ടിക് സോൺസിൽ നടക്കുന്ന അപ്പോപ്ടോസിസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ക്രിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇന്റർ ഡിജിറ്റൽ നാർക്കോട്ടിക് സോൺസ്, അതായത് അവിടെയുള്ള വെബ്ഡ് ടോസിനെ അല്ലെങ്കിൽ വെബ്ഡ് റീജിയൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അപ്പോപ്ടോസിസ് വഴി നശിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ സ്പീമാൻ ആൻഡ് മാൻകോൾഡ് classical 1924 experiment, what was the developmental outcome of transplanting the dorsal lip of the blastopore to a ventral side of the host gastrula? Option A, the entire embryo underwent apoptosis due to positional conflict. Option B, the host embryo rejected to the graft and developed normally. Option C, the chimeric secondary embryo was induced, including a second neural tube. Option D, the transplanted tissue developed into a secondary ventral gut. ഇതിനകത്തെ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ ഒരു കൈമറിക് സെക്കൻഡറി എംബ്രിയോ ഫോം ചെയ്യുന്നുള്ളതാണ് അല്ലെ. ദി സ്പീമാൻസ് ആൻഡ് മാൻകോൾഡ്, ഇവർ രണ്ടുപേരുമാണ് ഒരു വളരെ പ്രത്യേകത അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഇതിന്റെ പേരിൽ കണ്ടക്ട് ചെയ്ത ഈ എംബ്രിയോളജി എക്സ്പെരിമെന്റ് എംബ്രിയോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സ്പീമാൻ ആൻഡ് മാൻകോൾഡിന്റെ ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഇവരൊരു ന്യൂട്സിനെ സെലക്ട് ചെയ്തു, ഒരു പിഗ്മെന്റഡ് ന്യൂട്സിനെയും അതുപോലെ തന്നെ അൺപിഗ്മെന്റഡ് ആയിട്ടുള്ള ന്യൂട്സിനെ സെലക്ട് ചെയ്തു. ആ ന്യൂട്സിൽ നിന്നും എന്തിനെ സെലക്ട് ചെയ്തു? ബ്ലാസ്റ്റോപോറിനെ സെലക്ട് ചെയ്തു. അതായത് രണ്ട് ന്യൂട്സുകൾ, ആ ന്യൂട്സിൽ നിന്നും, ഇത് രണ്ട് ന്യൂട്സിന്റെ എംബ്രിയോ ആണെന്ന് വിചാരിക്കുക, ആ ന്യൂട്സിൽ നിന്നും എന്തിനെ സെലക്ട് ചെയ്ത്? ഇവിടെ നിന്ന് ബ്ലാസ്റ്റോപോർ ലിപ്പിനെ സെലക്ട് ചെയ്തു. ബ്ലാസ്റ്റോപോർ ലിപ്പിനെ സെലക്ട് ചെയ്തു. ഇതിനെ ഈ ബ്ലാസ്റ്റോപോർ ലിപ്പിനെ എന്ത് ചെയ്തു? അൺപിഗ്മെന്റഡ് ആയിട്ടുള്ള മറ്റൊരു ബോഡിയിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു ന്യൂട്ടിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ട്രാൻസ്പ്ലാന്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ എക്ടോഡേമിലോട്ടാണ് എന്ത് ചെയ്തത്? ഇവര് ഈ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ബ്ലാസ്റ്റോപോർ ലിപ്പിനെ എന്ത് ചെയ്തത്? ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഇതിന് ഓൾറെഡി ആ ന്യൂട്ടിന് ഒരു ബ്ലാസ്റ്റോപോർ റീജിയൻസ് ഉണ്ട്. എന്ത് ചെയ്യുന്നറിയാമോ? ഈ ബ്ലാസ്റ്റോപോർ ഫോം, അപ്പൊ ഇതിന് ഇപ്പൊ നിലവില് ഈ കൈമറിക്കിന് എ എന്നും ബി എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ന്യൂട്സിന് എത്ര ബ്ലാസ്റ്റോപോർ ലിപ്പ് ഉണ്ട്? 2 ബ്ലാസ്റ്റോപോർ ലിപ്പ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് നടക്കും? ഈ ബ്ലാസ്റ്റോപോർ ലിപ്പ് ഓൾറെഡി അതിനകത്തുള്ള ബ്ലാസ്റ്റോപോർ ലിപ്പിൽ നിന്നും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഒരു ഇൻവാജിനേഷൻസ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെല്ലുലാർ അല്ലെങ്കിൽ മോർഫോജനറ്റിക് മൂവ്മെന്റ്സ് അവിടെ നിന്നിട്ടുണ്ടാവും. പിന്നീട് എന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പൊ നമ്മൾ ഇൻജെക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഈ ഡോർസൽ ലിപ്പിൽ നിന്നും എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും എന്ത് നടക്കും? ഒരു ഇൻവാജിനേഷൻസ് സംഭവിക്കും. അല്ലെങ്കിൽ ബ്ലാസ്റ്റോപോർ ലിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസർ ആണ് അല്ലെ. തൊട്ടടുത്തുള്ള സെല്ലുകളെ എന്താക്കി മാറ്റും? ഒരു എംബ്രിയോ ആക്കി മാറ്റാനായിട്ട് കഴിവുള്ള ഇൻഡ്യൂസറെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ബ്ലാസ്റ്റോപോർ ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര എംബ്രിയോസ് കിട്ടും? എത്ര ഡെവലപ്പിംഗ് എംബ്രിയോസ് കിട്ടും? 2 എംബ്രിയോസ് കിട്ടും. എന്തുകൊണ്ടാണ് 2 എംബ്രിയോസ് കിട്ടാൻ കാരണം നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ ഒരു ന്യൂട്ടിൽ നിന്നും മറ്റൊരു ന്യൂട്ടിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഏത് പാർട്ടിനെയായിരുന്നു? ഡോർസൽ ലിപ്പിനെയായിരുന്നു അല്ലെ, ബ്ലാസ്റ്റോപോർ ലിപ്പിനെയായിരുന്നു. ആ ബ്ലാസ്റ്റോപോർ ലിപ്പ് നമ്മൾ എങ്ങോട്ട് ഇൻജെക്ട് ചെയ്താലും, അതിപ്പോ ഒരു വെൻട്രൽ സൈഡിലോട്ടാണെങ്കിലോ സാധാരണഗതിയിൽ ഈ ഡോർസൽ ബ്ലാസ്റ്റോപോർ ലിപ്പ് കാണപ്പെടുന്നത് ഡോർസൽ സൈഡിലാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നതും ഈ ഡോർസൽ ലിപ്പിൽ മാത്രമായാലാണ് ഇതെന്തായിട്ട് ഡെവലപ്പ് ചെയ്യാം? ഇതൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഈ ബ്ലാസ്റ്റോപോർ ലിപ്പാണ് ഇവിടുത്തെ ഇൻഡ്യൂസർ. ഇവർക്ക് എന്തിനു ചെയ്യാൻ സാധിക്കും? ഇവരിപ്പോ വെൻട്രൽ സൈഡിലാണെങ്കിലും ഡോർസൽ സൈഡിലാണെങ്കിലും അവരെന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള സെൽസിനെ ഇൻഡ്യൂസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അവർ തൊട്ടടുത്തുള്ള സെൽസിനെ പ്രോളിഫറേറ്റ് ചെയ്ത് ഇൻവാജിനേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? ഒരു പുതിയ എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. ദി കൈമറിക് സെക്കൻഡറി എംബ്രിയോ വാസ് ഇൻഡ്യൂസിങ് എ സെക്കൻഡറി പ്ലൂറൽ ട്യൂബ്. ക്ലിയർ ആയല്ലോ? ദി എപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ് അല്ലെങ്കിൽ നമ്മൾ ഏരിയൽ എന്ന് വിളിക്കും. ദി ഏറിക്കൽ എക്ടോഡെർമൽ റിഡ്ജ് എന്നോ അങ്ങനെ അല്ലെങ്കിൽ എപ്പിക്കൽ എക്ടോഡെർമൽ റിഡ്ജ് എന്നോ AER ഈസ് എ ക്രിട്ടിക്കൽ സിഗ്നലിംഗ് സെന്റർ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ്, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ് AERഉം EZPNഉം ഇത് രണ്ടും എന്തിന്റെ ഭാഗമായിരുന്നു? ഇവ രണ്ടും എന്തിന്റെ ഭാഗമെന്നാണ് നമ്മൾ പറഞ്ഞത്? ലിംഫ് ഫോർമേഷന്റെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്തിനാ സഹായിക്കാം? ഏരിയൽ എക്ടോഡെർമൽ റിഡ്ജ് എന്ന് പറയുന്നത് എന്തിനാ സഹായിക്കുക? ഒരു വെർട്ടിബ്രേറ്റ് ലിംസിനെ ഫോം ചെയ്യാൻ സഹായിക്കും. എങ്ങനെയുള്ള ഡെവലപ്മെന്റിനെ സഹായിക്കുക? ഇതിന്റെ പ്രോക്സിമൽ ഡിസ്റ്റൽ റീജിയൻസിലുള്ള ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ആക്സിസിൽ ഫോം ചെയ്യാനായിട്ടാണ് ആര് സഹായിക്കുക? ഈ AER റിഡ്ജ് അല്ലെങ്കിൽ AER എന്ന് പറയുന്ന ഭാഗം സഹായിക്കുക. ആരാണ് ഫോം ചെയ്യുന്നത്? എക്ടോഡേം ആണ്. അല്ലെങ്കിൽ എക്ടോഡേമിൽ നിന്നും ഫോം ചെയ്യുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? AER എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചായിരുന്നു? ഡെവലപ്മെന്റ് ബയോളജിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മറന്നു പോകേണ്ട 70 ഡേയ്സ് ബാച്ചിന് ജോയിൻ ചെയ്യാം. ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സുകളും PDF നോട്ട്സുകളും അതുപോലെ തന്നെ മെന്റർഷിപ്പ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ഇതിനിവിടെ ആവശ്യമുള്ളത്, ഒരു സെറ്റ് എക്സാം പാസ്സാകാനായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണോ ആവശ്യമായിട്ടുള്ള സംഗതികളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പത്തെയുള്ള സെറ്റ് എക്സാമിന്റെ റിസൾട്ടുകളെല്ലാം അല്ലെ. ഏറ്റവും കൂടുതൽ കുട്ടികൾ നമുക്ക് തന്നെയാണുള്ളത്. അടുത്ത പ്രാവശ്യത്തെ സെറ്റ് എക്സാമിന്റെ പോസ്റ്ററിനകത്ത് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് സെറ്റ് എക്സാം ബാച്ചിലൂടെ കാണാം. ബൈ.